കാസർഗോഡ് പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ജിന്നുമ്മ എന്ന ഷമീമ ഉൾപ്പെടെ പ്രതികളെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരുടെ പണമിടപാട് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്താനാണ് കസ്റ്റഡിയിൽ വാങ്ങുക. പൂച്ചക്കാട്ടെ ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. ഈ പ്രതികൾ ഒരുപാട് പേരെ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. ആ തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. ഒപ്പം ഈ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട ഈ സ്വർണം, പലരുടേതായുള്ള ആ സ്വർണം, അത് കണ്ടെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ 30 പവനോളം സ്വർണം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടുകൂടി ഇത് സംബന്ധിച്ച് എല്ലാം വ്യക്തതയുണ്ടാകും. പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യണം. നമ്മോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ ചേരുന്നു. സുകുമാരൻ പൂച്ചക്കാടും അതുപോലെ തന്നെ അസിനാർ ഹാജിയുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഈ പ്രതികൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടുകൂടി നമുക്ക് ഈ കേസിൽ കൂടുതൽ പേർ, ഈ തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടാകും. അതവരെ കണ്ടെത്തുമെന്ന വിശ്വാസം തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് വലിയ അഭിമാനമുള്ളത് കേരള പോലീസിന് അഭിമാനമായ KJ ജോൺസൺ എന്ന DCRB DVSP ഒരു ദൈവദൂതനായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 15 മാസക്കാലത്തോളം ബേക്കൽ പോലീസ് ഈ അന്വേഷണത്തെ എങ്ങും എത്തിച്ചില്ല. അദ്ദേഹം ഇത് തെളിയിച്ചതോടൊപ്പം ഒരു 4 പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ 4 പ്രതികൾ മാത്രമല്ല ഇതിൻ്റെ പിറകിലുള്ളത്, ഇനി ഒരുപാട് പ്രതികൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവരെ കസ്റ്റഡിയിൽ നിന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ എന്തായാലും മറ്റു പ്രതികളൊക്കെ, ഇതിൻ്റെ കൂട്ടുപ്രതികൾ, ഇതിനോടൊപ്പം ചേർന്ന് നിന്ന ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്, അവരെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു ഗഫൂർ ഹാജിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കേരളത്തിനപ്പുറം കർണാടകയിലും നിരവധി പേർ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കക്ഷി അണി ട്രാപ്പിൽ ഒരുപാട് ആളുകളെ കുടുക്കിയിട്ടുണ്ട്. അതോടൊപ്പം പേര് പറയാതെയും പിന്നെ ആളുകളുടെ മാനഹാനി കൊണ്ട് ഞങ്ങൾ മോശമാകരുത് വിധിച്ച് ഒരുപാട് ആളുകൾ, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ കാസർഗോഡ് ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലും, കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ചൂതാട്ടം ഇതോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആക്ഷൻ കമ്മിറ്റി ഇനി എന്തായാലും പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല. ഇതിൽ കൂടുതൽ വ്യക്തത തേടി, അല്ലെങ്കിൽ ഈ അന്വേഷണമായി കൂടുതൽ ഈ ആക്ഷൻ കമ്മിറ്റി അങ്ങനെ തന്നെ ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ അവസാന ഘട്ടം വരെ, അതായത് ഇതിൻ്റെ വിധി എന്താണ് വരുന്നത് അതുവരെ ഞങ്ങളെല്ലാവരും, നാട്ടുകാരും, ഞങ്ങളെ ആക്ഷൻ കമ്മിറ്റിയിലുള്ള മറ്റു പ്രവർത്തകരും എല്ലാവരും ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. മരണം വരെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജിന്നുമ്മയുടെ ഒരു തട്ടിപ്പ്, സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ്, അതുപോലെ നിധി കണ്ടെത്തി നൽകാം, അതുപോലെ ഉറു ഏലസ്, അത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ആക്ഷൻ കമ്മിറ്റി കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചെങ്കിൽ ഇത് ശരിക്കും എന്ന് വെച്ചെങ്കിൽ ഇവർ ഒരു ഏജൻസി മുഖേനയാണ് ആൾക്കാരെ ബന്ധപ്പെടുന്നത്. ആദ്യം അവരുടെ സിറ്റുവേഷൻ നോക്കും, കുടുംബത്തിലുള്ള സിറ്റുവേഷൻ നോക്കും, സാമ്പത്തിക ഭദ്രതയുണ്ടോ എന്ന് നോക്കും. അതിനുശേഷമാണ് ഈ ട്രാപ്പിലേക്ക് പെടുത്തുന്നത്. അവരുടെ വീക്ക്നെസ് എന്താണോ ആ വീക്ക്നെസ്സിൽ പിടിച്ചിട്ടാണ് ഇവർ പിന്നെ അധിക ആൾക്കാരെയും കൈകാര്യം ചെയ്തിട്ടുള്ളത്. വീട് കെട്ടുന്ന ആളാണെങ്കിൽ വീടിൻ്റെ അവസ്ഥ മോശമാണ്, അവരെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടിക്കുക. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മുൻനിർത്തിയിട്ട് പറയും. ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട്, രോഗിയായ ആൾക്കാരുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട്. കാരണം ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഒരു ഡയറക്റ്റ് പോയിട്ട് ഈ ജിന്നുമ്മാനെ കാണാനായിരിക്കും ഒരു ടോക്കൺ എടുത്തിട്ട് ഡോക്ടർ സിസ്റ്റം ഇല്ല. ശരിക്കും വെച്ചെങ്കിൽ അവർ ഏജൻസി മുഖേന്തരയാണ് ഈ തട്ടിപ്പുകാരെ എല്ലാം വീഴ്ത്തിയിട്ടുള്ളത്. ഇനി വീഴ്ത്തി കഴിഞ്ഞതും അങ്ങനെയാണ്. ഇവരുടെ തട്ടിപ്പിൻ്റെ വീഡിയോകളൊന്നും നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നില്ല. അത്രത്തോളം പ്ലാൻഡ് ആയിട്ടാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത്. നമുക്ക് ഏതെങ്കിലും കൂടുതൽ പേർ പരാതിയുമായി നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാൻ സാധ്യതയുണ്ടോ? ആക്ഷൻ കമ്മിറ്റി അത്തരത്തിൽ എന്തെങ്കിലും വിവരമുണ്ടോ? ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഞങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ആ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് രേഖാമൂലമായ പരാതികൾ വേണമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാനഹാനിയും കാര്യങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നില്ല. ഞങ്ങൾ ഏതായാലും അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ പരാതികൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് ഇവർക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന അർത്ഥത്തിലാണ് കർമ്മസമിതി പ്രവർത്തിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടുകൂടി ഇതിൽ കൂടുതൽ പേർ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും. അതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ഗഫൂർ ഹാജിയുടെ ബന്ധുക്കളുമുള്ളത്. KV ബൈജു, News 18, കാസർഗോഡ്.